ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തൃശൂരിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. सुरेश गोपी के चुनाव प्रचार के लिए है और एक दृष्टि से देश के प्रधानमंत्री नरेंद्र मोदी जी को फिर से प्रधानमंत्री बनाने के लिए चुनाव लड़ रहे हैं. ഈ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ സുരേഷ് ഗോപിജിയുടെ വിജയത്തിന് വേണ്ടിയാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ ഇത് വീണ്ടും ഒരിക്കൽ കൂടി ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൊതുയോഗമാണ്. मित्रों, एक और तो हमारे नेता नरेंद्र मोदी के नेतृत्व में भारतीय जनता पार्टी और एनडीए के सारे दल लामबंद हुए. दूसरी ओर राहुल बाबा ने भी एक गठबंधन बनाने का प्रयास किया है. സുഹൃത്തുക്കളെ, ഒരു വശത്ത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഒരിക്കൽ കൂടി ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. മറുവശത്ത് നമ്മുടെ രാഹുലിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. और तीसरी ओर कम्युनिस्ट पार्टी भी यहाँ एलडीएफ के नाते चुनाव लड़ रही है. മൂന്നാമതൊരു ശക്തി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. मगर चुनाव का मुद्दा यह है कि इस देश को, केरल प्रदेश को और इस देश को कौन आगे ले जा सकता है. पूरे देश के अंदर कांग्रेस पार्टी समाप्त हो चुकी है और पूरी दुनिया में कम्युनिस्ट समाप्त हो चुके हैं. देश को अगर कोई आगे ले जा सकता है तो नरेंद्र मोदी जी के नेतृत्व में केवल और केवल भारतीय जनता पार्टी देश को आगे ले जा सकती है. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രാജ്യത്തെ ആർക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യം മുഴുവൻ തന്നെ, രാജ്യത്ത് എല്ലായിടത്തും അവർ അവസാനിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ കമ്മ്യൂണിസം അവസാനിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. मित्रों, केरल के विकास के लिए गत 5 साल के अंदर भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने ढेर सारे काम किए. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബിജെപിയുടെ സർക്കാർ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെയാണ്. राष्ट्रीय राजमार्ग के लिए, नेशनल हाईवे के लिए 64,000 करोड़ रुपया, जो आजादी के बाद एक 5 साल के अंदर सबसे ज्यादा राशि है. 64,000 करोड़ रुपया भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने दिया है. ദേശീയ പാതകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം നേടി ഇന്ന് വരെ ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ലാത്ത തരത്തിൽ 64,000 കോടി രൂപയുടെ വികസനമാണ് ദേശീയ പാതകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ളത്. विजी जन्म पोर्ट के लिए 25,000 करोड़ रुपया केंद्र सरकार ने केरल को दिया है. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 25,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനായിട്ട് നൽകിയത്. सागरमाला प्रोजेक्ट के लिए 16,616,600 करोड़ रुपया और 27 स्कीम्स भारतीय जनता पार्टी की मोदी सरकार ने दी. സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ട് 27 പദ്ധതികളിലായിട്ട് 16,600 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 2 नई रेलवे लाइनें भारतीय जनता पार्टी ने, भारतीय जनता पार्टी की सरकार ने केरल के लिए मंजूर की है. 2 പുതിയ റെയിൽ പാതകൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിനായിട്ട് പുതുതായിട്ട് അനുമതി നൽകിയിരിക്കുകയാണ്. ग्राम सड़क योजना के लिए 1,240 प्रकल्प भारतीय जनता पार्टी की सरकार ने शुरू किए. ഗ്രാമീണ മേഖലയിലെ റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട്
1240 പദ്ധതികളാണ് സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. मित्रों, आईआईटी पलक्कड़ अप्रूव किया है और इसके स्वतंत्र कैंपस के लिए 1000 करोड़ रुपया भारत सरकार ने भेजा है. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പസിന്റെ നിർമ്മാണത്തിനുമായിട്ട് 1000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. पलक्कड़ जंक्शन रेलवे स्टेशन के लिए 400 करोड़ रुपया और पलक्कड़ पोलाची रेलवे लाइन का भी उद्घाटन कर दिया गया है. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 400 കോടി രൂപയും അതോടൊപ്പം പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ ലൈൻ, ആ റെയിൽവേ ലൈനിന്റെ കാര്യവും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു.